ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഷെക്കേന ന്യൂസിലൂടെ നമുക്കായി നൽകപ്പെടുന്ന കർത്താവിൻ്റെ വചനമെന്ന ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. ഈ ദിനങ്ങളിലെല്ലാം പരിശുദ്ധ വചനത്തിൻ്റെ അനന്തശക്തിയും ദൈവവചനത്തിലൂടെ ലഭിക്കുന്ന അഭിഷേകവും കർത്താവിൻ്റെ വചനത്തിലേക്ക് വേരൂന്നി ഈ യുഗാന്ത സഭയിൽ ഈ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയും ആത്മാവും നമ്മെ അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം എത്രയോ മാധുര്യമുള്ളതാണ്. പരിശുദ്ധ വചനത്തെ സ്നേഹിച്ചുകൊണ്ട് വചനത്തിൽ ജീവിക്കുക എന്നുള്ളത് എൻ്റെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമെന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനത്തെ പ്രമാണിച്ചുകൊണ്ട് ദൈവവചനത്തെ ആദരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ആരെല്ലാം പരിശുദ്ധ വചനത്തെ ആദരിക്കുന്നുവോ അവരെ വചനവും ആദരിക്കും. ദൈവവചനത്തിൻ്റെ മഹത്വവും കർത്താവിൻ്റെ വചനത്തിൻ്റെ അനന്യതയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളേവരെയും ഒത്തിരി സ്നേഹത്തോടെ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം. കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. നമ്മുടെ കർത്താവിൻ്റെ ശക്തമായ വചനമാണിത്. നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. എൻ്റെ സഹോദരങ്ങളെ, ഈ നാളുകളിൽ നമ്മുടെ ഹൃദയം ഇന്ന് വളരെ അസ്വസ്ഥപൂർണമാണ്. വിവിധങ്ങളായ പ്രതിസന്ധികളെ പ്രതി തകർച്ചകൾ, മുറിപ്പാടുകൾ, പരാജയങ്ങൾ, വിട്ടുമാറാത്ത നൊമ്പരങ്ങൾ, അടിക്കടിക്കുണ്ടാകുന്ന ദുരന്തങ്ങൾ, ഇതെല്ലാം നമ്മെ ഒരുപാട് ഇന്ന് തളർത്തിക്കളയുന്നുണ്ട്. ഇന്ന് അനേകം ഹൃദയങ്ങൾ വളരെ കലുഷിതവും അസ്വസ്ഥവുമാണെന്ന് നമുക്കെല്ലാം അറിയുവാനായി കഴിയുന്നുണ്ട്. കർത്താവിൻ്റെ വചനം എത്ര അർത്ഥവത്താണ്. നമ്മോടാണ് ഈ വചനത്തിലൂടെ ആത്മാവ് പറയുന്നത്, ഹൃദയം അസ്വസ്ഥമാകേണ്ട. ഞാൻ പലപ്പോഴും ഈ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് ഈ ഹൃദയം അസ്വസ്ഥമാകേണ്ടതെന്ന് പറയുന്നത്. കാരണം ഹൃദയം അസ്വസ്ഥമായാൽ ജീവിതം മൊത്തം അസ്വസ്ഥമാകും. നമ്മുടെ ഹൃദയം അസ്വസ്ഥമായാൽ നമ്മുടെ കുടുംബങ്ങൾ അസ്വസ്ഥമാകും, നമ്മുടെ ബന്ധങ്ങൾ അസ്വസ്ഥമാകും, നമ്മളാകെ കുഴഞ്ഞു മറിയാൻ തുടങ്ങും, കാര്യങ്ങളെല്ലാം അവതാളത്തിലാകും സഹോദരങ്ങളെ. അപ്പൊ ഹൃദയത്തിൻ്റെ സ്വസ്ഥത വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ ആനന്ദത്തോടെ, കൃപയോടെ, ആത്മനിറവോടെ നമുക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ ഹൃദയത്തിൻ്റെ സമാധാനം അത് വളരെ അനിവാര്യമാണ്. ഹൃദയം എപ്പോൾ അസ്വസ്ഥമാകുന്നു, നമ്മുടെ പ്രാർത്ഥന ജീവിതം താളം തെറ്റും. കർത്താവുമായിട്ട് നമ്മുടെ ബന്ധത്തിൽ അവിടെ വിള്ളലുകൾ ഉണ്ടാകും. നമ്മുടെ ജീവിതം നിരാശയ്ക്കും ദുഃഖത്തിനും വിഷാദത്തിനും അടിമപ്പെടാൻ തുടങ്ങും. കർത്താവിൻ്റെ ഈ വചനം നമുക്ക് ശ്രദ്ധിക്കാം. ഹൃദയം അസ്വസ്ഥമാകേണ്ട. അപ്പൊ ഹൃദയം അസ്വസ്ഥമാകാതിരിക്കാനുള്ള വഴി എന്താ? ദൈവത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ വിശ്വസിക്കുക, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, അവിടുത്തെ പരിശുദ്ധ വചനങ്ങളിൽ ഹൃദയം അർപ്പിക്കുക. എൻ്റെ സഹോദരങ്ങളെ, ആരെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവോ, ദൈവവചനത്തിലേക്ക് വേരൂന്നി ജീവിക്കുന്നുവോ, അവരുടെ ഹൃദയങ്ങളെ തൻ്റെ സമാധാനത്തിന് തികവിൽ കർത്താവ് സംരക്ഷിക്കുന്നു. ഇത് കർത്താവിൻ്റെ പ്രോമിസാണ്. വിശ്വസിക്കുന്ന ഹൃദയങ്ങളെ, ദൈവവചനത്തിൽ ജീവിക്കുന്ന വ്യക്തിത്വങ്ങളെ തൻ്റെ സമാധാനത്തിന് തികവിൽ കർത്താവ് സംരക്ഷിക്കുകയാണ്. ഈ വചനത്തിന് കൃപ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ പ്രയാസങ്ങളും, വിട്ടുമാറാത്ത രോഗങ്ങളാകാം, സാമ്പത്തിക തകർച്ചകളാകാം, ഒത്തിരി മക്കളെ കടബാധ്യതയുടെ വലിയ നൊമ്പരത്തിലാണ്. പല വ്യക്തികൾക്ക് ജപ്തി നോട്ടീസ് വന്ന്
നട്ടം തിരിയുന്നതായി കൃത്യമായ ആത്മാവ് പറയുന്നുണ്ട്. മക്കളെ കുറിച്ചുള്ള വേദനകള്, അവരുടെ ഭാവിയെ കുറിച്ചുള്ള നൊമ്പരങ്ങള്, പലപ്പോഴും അവരുടെ അനുസരണക്കേടുകള്, അവരുടെ വിശ്വാസരാഹിത്യം ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് ഒത്തിരിയേറെ സങ്കടപ്പെടുത്തുന്നുണ്ട്. അടിക്കടിക്കുണ്ടാകുന്ന തകർച്ചകള്, കുടുംബങ്ങളിലെ പ്രശ്നങ്ങള്, കുടുംബ കലഹങ്ങള്, ബന്ധങ്ങളിലെ വിള്ളലുകള്, എന്ത് ചെയ്താൽ എല്ലാറ്റിലും പരാജയം, ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റുന്നില്ല. 2 അടി മുന്നോട്ട് വെച്ചാൽ 4 അടി പുറകോട്ട് പോകുന്ന ജീവിതം. ഒരുപാട് വേദനയിലും വിഷമതയിലായിരിക്കുന്ന ഒത്തിരിയേറെ ജീവിതങ്ങളെ ഈ ശുശ്രൂഷയിൽ കർത്താവ് കാണുന്നുണ്ട്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ പ്രതിസന്ധികൾ എന്തുമാവട്ടെ, നമ്മുടെ തകർച്ചകളും ദുരിതങ്ങളും എത്ര വലുതായിക്കൊള്ളട്ടെ, കർത്താവിൻ്റെ പരിശുദ്ധമായ വചനത്തിൽ വിശ്വസിക്കുക, ദൈവവചനത്തിൽ ചങ്കുറപ്പിക്കുക. അവിടെ ഉത്തരമുണ്ട്. നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന തകർച്ചകൾക്കുള്ള വിമോചനമുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നമുക്ക് ഈ വചനത്തിന്റെ കൃപ സ്വീകരിക്കാം. വീണ്ടും ശിഷ്യന്മാര് കർത്താവിനോട് പറഞ്ഞു, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും അധികം പ്രാർത്ഥിക്കേണ്ട ഒന്നാണ് വിശ്വാസ വർധനവിന് വേണ്ടി. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വചനം നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ, ദൈവവചനം നമ്മളിൽ ആക്റ്റീവ് ആകണമെങ്കിൽ വിശ്വാസം കൂടിയേ തീരൂ. ദൈവത്തിന് അറിയുന്ന ഭാഷ വിശ്വാസത്തിൻ്റെ ഭാഷയാണ്. നമുക്ക് വിശ്വാസം, അടിയുറച്ച വിശ്വാസമുണ്ടോ? ചഞ്ചലിപ്പില്ലാതെ, സംശയമില്ലാതെ കർത്താവിൻ്റെ നിർമ്മലമായ വചനത്തിൽ നിന്റെ ഹൃദയം ഉറപ്പിക്കാൻ നിനക്ക് കഴിയുമോ? എൻ്റെ സഹോദര സഹോദരി, അവിടെ വിമോചനമുണ്ട്, അവിടെ ദൈവാത്മാവിന്റെ പ്രവർത്തനമുണ്ട്, നമുക്ക് വേണ്ട ശക്തിയുടെ വ്യാപനമുണ്ട്. വിശ്വാസം വർദ്ധിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ശിഷ്യന്മാർ പറഞ്ഞു, ലൂക്കായുടെ സുവിശേഷം 17-ാം അധ്യായം 5-ാം വചനത്തിൽ അവരെന്താണ് പ്രാർത്ഥിച്ചത്? അപ്പോൾ അപ്പോസ്തലന്മാർ കർത്താവിനോട് പറഞ്ഞു, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, കണ്ണുനീരോടെ ഈ സമയം ടെലിവിഷൻ സ്ക്രീനിന്റെ മുൻപിലിരുന്ന് നമ്മുടെ കുടുംബങ്ങൾ കർത്താവിൻ്റെ ആലയങ്ങളായി മാറ്റപ്പെടുകയാണ്. ദൈവവചനം മുറിക്കപ്പെടുന്ന സമയമാണ്. നമ്മൾ എവിടെയായിരുന്നാലും വിശ്വാസത്തോടെ ഹൃദയം നുറുങ്ങി നിലവിളിക്കുക, കർത്താവേ എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പരിശുദ്ധ വചനത്തിലുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, തിരുസഭയിലുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, പരിശുദ്ധാത്മാവിലുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, നിത്യജീവനിലുള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഒരപ്പനും അമ്മയും ദൈവം തന്നിരിക്കുന്ന മക്കൾക്ക് വേണ്ടി അവർ വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ, മക്കൾക്ക് വേണ്ടി വിശ്വാസം ഏറ്റുപറയുമ്പോൾ, മക്കളിലുള്ള അവിശ്വാസത്തിന്റെ കെട്ടുകൾ പൊട്ടും. അവരെ ബന്ധിച്ചിരിക്കുന്ന വിശ്വാസ രാഹിത്യത്തിന്റെ മുഖങ്ങൾ ഒടിഞ്ഞു പോകും. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവിന്റെ വചനത്തിലുള്ള വിശ്വാസം ഇത് വെറും പഴങ്കഥയല്ല, പരിശുദ്ധ വചനങ്ങൾ കെട്ടുകഥയല്ല, ഇത് കാലഹരണപ്പെട്ടു പോയൊരു പുസ്തകമല്ല, ഇത് നിത്യജീവന്റെ വചസ്സുകളാണ്. ഇത് മുഴുവൻ ദൈവശക്തിയാണ്. നമുക്ക് വേണ്ടി എഴുതപ്പെട്ട കർത്താവിന്റെ തിരുവെഴുത്തുകളാണ്. നമ്മുടെ നിത്യരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഈ സത്യം ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്റെ മക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ കുടുംബത്തിന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ ജീവിത പങ്കാളിയുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ സഹോദരി സഹോദരന്മാരുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എന്റെ മാതാപിതാക്കളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഹൃദയം തുറന്ന് ഒരേ സ്വരത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ
വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പരിശുദ്ധ വചനത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിന്റെ വചനത്തിലുള്ള പരിശുദ്ധാത്മാവിലുള്ള നിത്യജീവനിലുള്ള തിരുസഭയിലുള്ള സഭയുടെ സത്യപ്രബോധനങ്ങളിലുള്ള ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരമുയർത്തി സ്തുതിക്കട്ടെ ഈശോയെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പൈശാചിക ബന്ധനങ്ങള്, നാരകീയ ശക്തികള്, തിന്മയുടെ രൂപികള് കർത്താവിന്റെ വചനത്തിന് അനന്ത ശക്തിയ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ. കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, തലമുറകളിൽ വിശ്വാസം വർദ്ധിക്കട്ടെ. കർത്താവിന്റെ വചനമേ, കർത്താവിന്റെ വചനമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കരങ്ങളെ യാചനാപൂർവം തുറന്നു പിടിച്ച് കർത്താവിൻ സ്നേഹത്തിൽ നിത്യം വസിച്ചിടുവാൻ വൻകൃപയേകിടണേ. ഭിന്നത വിദ്വേഷം ഇല്ലാതെ ജീവിക്കാൻ നൽവരം നൽകിടണേ. ആഗ്രഹത്തോടെ പാടി പ്രാർത്ഥിച്ചേ. കൃപ ചൊരിയണമേ. ആത്മാവേ വരണമേ. പരിശുദ്ധ വചനത്തിലുള്ള ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. സംശയങ്ങൾ മാറട്ടെ, തെറ്റിദ്ധാരണകൾ നീങ്ങട്ടെ, ആശയക്കുഴപ്പങ്ങൾ നീങ്ങിപ്പോകട്ടെ. ലോകം പാപം പിശാചെന്നെ തൊടുകയില്ല. ദുഷ്ടഘോര ശത്രു എന്നെ കാണുകയില്ല. ഞങ്ങൾ വിശ്വസിക്കുന്നപ്പാ, വചനമയച്ച് ഞങ്ങളെ മറയ്ക്കണമേ. വചനമയച്ച് ഞങ്ങളെ പൊതിയണമേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. അപ്പാ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. വിശ്വാസത്തിന്റെ തീ പടരട്ടെ. കുടുംബങ്ങളിൽ, ജീവിതങ്ങളിൽ, രാജ്യങ്ങളിൽ, ഭൂഖണ്ഡങ്ങളിൽ, എല്ലാ ജനപദങ്ങളിലും വിശ്വാസത്തിന്റെ തീ, വിശ്വാസത്തിന്റെ തീ, തീ, തീ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പി. എല്ലാവരും ഒന്നിച്ച് ഒരു സ്വരത്തിലേറ്റ് പാടി പ്രാർത്ഥിച്ചേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഒന്നിച്ച് ഒരേ സ്വരത്തിൽ. മറവിലാണു ഞാൻ. എന്റെ വിശ്വാസം വർദ്ധിപ്പിക്കണേ. 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 എന്റെ അഭിഷേകം വർദ്ധിപ്പിക്കണേ. എന്റെ അഭിഷേകം അടിയട്ടെ, കെട്ടുകൾ അടിയട്ടെ. ഹൃദയങ്ങൾ തുറക്കപ്പെടട്ടെ. കർത്താവിന്റെ വചനത്തിനായി, പരിശുദ്ധ വചനത്തിനായി എല്ലാ ഹൃദയങ്ങളും തുറക്കപ്പെടട്ടെ. കുടുംബങ്ങൾ ഒരുക്കപ്പെടട്ടെ. സമൂഹങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. കർത്താവെ വചനമയച്ച് പതിനായിരങ്ങളെ, ജനലക്ഷങ്ങളെ ആത്മാവിൽ ശുദ്ധീകരിക്കണമേ. കരമുയർത്തി ഒന്നിച്ചൊരൊറ്റ വിളി യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് വിളിച്ച്, വിശ്വാസത്തോടെ വിളിച്ച് കർത്താവായ യേശുവിന്റെ പരിശുദ്ധ നാമത്തെ ഒന്നിച്ച് വിശ്വസിച്ച് വിളിച്ച്, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, പരിശുദ്ധ വചനമയച്ച്
വചനത്തിന്റെ അത്ഭുത ശക്തിയാ, കർത്താവിന്റെ വചനത്തിന് അനന്തമായ അഭിഷേകത്താൽ ഞങ്ങളെ മുദ്ര ചെയ്യണമേ. ഞങ്ങളെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അവിശ്വാസത്തിന്റെ, സംശയത്തിന്റെ, വിശ്വാസ രാഹിത്യത്തിന്റെ സകല കെട്ടുകളെ മഴിച്ചു കളയണമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വിശ്വസേ പിതാവേ, സകല വിശുദ്ധരെ, മലാഖമാരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഈശോ മിശിഹായുടെ എല്ലാ വാഗ്ദത്തങ്ങളും ഞങ്ങൾ സ്വീകരിക്കുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. നമുക്ക് ശാന്തമായിട്ടിരിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ടെലിവിഷൻ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ, ആവശ്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണിത്. പ്രത്യേകിച്ച് ദൈവവചനത്തിൽ വളരുവാൻ, വചനാഭിഷേകം ലഭിക്കുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളും കുടുംബങ്ങളും കർത്താവിൻ്റെ വചനത്താൽ ശുദ്ധീകരിക്കപ്പെടുവാൻ, നമ്മുടെ തലമുറകൾ പരിശുദ്ധ വചനത്താൽ സുഖപ്പെടുവാനുള്ള വിവിധങ്ങളായ നമ്മുടെ നിയോഗങ്ങളുണ്ട്. നിയോഗങ്ങളെല്ലാം നമുക്ക് ഈ നമ്പറിൽ ടെക്സ്റ്റ് ചെയ്യാം. അതുപോലെ ഈ ലൈവിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഫോൺ ചെയ്ത് അതറിയിച്ച് നമുക്കൊന്നിച്ച് ആ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാധിക്കുന്നവരെ നിങ്ങളുടെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നിയോഗങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ യൂട്യൂബിലും നിങ്ങൾ ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളുടെ യൂട്യൂബ് ലിങ്ക് അനേകർക്ക് ഇപ്പോൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അത് വലിയൊരു സുവിശേഷം. എല്ലാവരും വചനത്തിൻ്റെ ആ കൃപയിലേക്ക്, അഭിഷേകത്തിലേക്കും വരുവാൻ നമ്മൾ ഓരോരുത്തരും കർത്താവിൻ്റെ കരങ്ങളിലെ ഉപകരണങ്ങളായി മാറുക. എൻ്റെ സഹോദരങ്ങളെ, ഇന്നേ ദിനം പരിശുദ്ധ വചനത്തിൽ നിന്ന് ആത്മാവ് നമുക്ക് തരുന്ന ആലോചന കർത്താവിൻ്റെ വചനത്തോടുള്ള നമ്മുടെ ബന്ധത്തെക്കുറിച്ചാണ്. പരിശുദ്ധ വചനത്തോട് നമുക്കുണ്ടായിരിക്കേണ്ട പ്രതിബദ്ധത തുടർന്നുള്ള 5 ദിനങ്ങളിൽ നമ്മൾ ധ്യാനിക്കുവാൻ പോവുകയാണ്. അതിൽ പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ വചനത്തിൽ നാം വിശ്വസിക്കണം. കർത്താവിൻ്റെ വചനത്തിൽ സംശയിക്കാതെ പൂർണ്ണമായും വിശ്വസിക്കുന്ന ജീവിതങ്ങളിലാണ് വചനം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ വചനം പ്രവർത്തിക്കണമെങ്കിൽ, നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ വചനത്തിന് ശക്തി വെളിപ്പെടണമെങ്കിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ, തലമുറകളിൽ, നമ്മുടെ നിയോഗങ്ങളിൽ, ആവശ്യങ്ങളിൽ വചനത്തിൻ്റെ അഭിഷേകം വ്യാപരിക്കണമെങ്കിൽ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഞാനും നിങ്ങളും പൂർണ്ണമായും കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കണം. ശ്രദ്ധിച്ച്, വചനത്തിൽ വിശ്വസിക്കണം. പരിശുദ്ധ വചനത്തിൽ വിശ്വസിക്കുന്നവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്, വചനം ആക്റ്റീവ് ആകുന്നത്. നമ്മുടെ ഈ കാലഘട്ടത്തിന് വലിയൊരു പ്രത്യേകത എന്താ പ്രിയപ്പെട്ടവരെ? 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ കാലഘട്ടത്തെ നോക്കി കർത്താവ് പ്രവചിക്കുകയാണ്. കാലം അതിന് അന്ത്യത്തിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ കർത്താവ് പറഞ്ഞു, സഭയിലും ലോകത്തിലും സംഭവിക്കുന്ന വലിയൊരു വിനാശത്തെക്കുറിച്ച് കർത്താവ് അവിടെ പഠിപ്പിക്കുകയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 10-ാം വചനത്തിൽ പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുന്നു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കുകയും പരസ്പരം ഒറ്റിക്കൊടുക്കുകയും ദ്വേഷിക്കുകയും ചെയ്യും. ശ്രദ്ധിച്ച്, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. എൻ്റെ സഹോദരങ്ങളെ, സഭയിലും ലോകത്തിലും ഇപ്രകാരം ഒരു കാലമുണ്ടാകുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുന്നമേ തന്നെ നമ്മുടെ കർത്താവ് വ്യക്തമായി പ്രവചിക്കുകയാണ്. അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിലുള്ള വിശ്വാസം അനേകർക്ക് നഷ്ടപ്പെടുന്നൊരു കാലം. പലരും ഇന്ന് കർത്താവിൻ്റെ വചനത്തെ വെറും ഒരു പുസ്തകമായി കാണുന്നു, ഒരു കഥാപുസ്തകമായി, ഇതൊരു ചരിത്ര പുസ്തകമായി, അല്ലെങ്കിൽ കാലഹരണപ്പെട്ടു പോയ യാതൊരു അർത്ഥവുമില്ലാത്ത ഒരു പുസ്തകമായി ഇന്ന് അനേകം ആയിരങ്ങൾ പരിശുദ്ധ ബൈബിളിനെ കാണുന്നുണ്ട്. ഇത് കർത്താവിൻ്റെ വചനമാണെന്നും ഇത് മുഴുവൻ നിത്യജീവൻ്റെ വചസ്സുകളാണെന്നും നമ്മുടെ നിത്യമായ രക്ഷയ്ക്ക് കർത്താവിൻ്റെ വചനം അത്യന്താപേക്ഷിതമാണെന്നും അനേകർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതാണ് സഹോദരങ്ങളെ നമ്മുടെ തകർച്ചയുടെയും നാശത്തിൻ്റെയും ഒരു പ്രധാന കാരണം. അവിശ്വാസമാണ്.
പരിശുദ്ധ വചനങ്ങളിൽ ചങ്കുറപ്പിക്കാൻ പറ്റുന്നില്ല. എൻ്റെ നിത്യരക്ഷയ്ക്ക് വേണ്ടി, എൻ്റെ വിമോചനത്തിനു വേണ്ടി, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് അവിടുത്തെ വഴിയിലൂടെ ചരിക്കുവാൻ വേണ്ടി എൻ്റെ ദൈവം എനിക്ക് തന്ന നിത്യജീവന്റെ വചസ്സുകളാണ് ഈ പരിശുദ്ധ വചനങ്ങളെന്ന് സഹോദരങ്ങളെ നമ്മിൽ അനേകർക്ക് വിശ്വസിക്കാൻ കഴിയാതെ പോകുന്നു. കർത്താവ് പറഞ്ഞു, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും, അനേകർ വിശ്വാസം ഉപേക്ഷിക്കും. നമുക്കറിയാം, ഫ്രഞ്ച് വിപ്ലവ നായകനായിരുന്ന വോൾട്ടയർ, അദ്ദേഹം ഒരു എത്തീസ്റ്റായിരുന്നു, ഒരു ദൈവനിഷേധിയായ മനുഷ്യൻ. അദ്ദേഹത്തിന് ദൈവവിശ്വാസമില്ലായിരുന്നു. അദ്ദേഹം തന്റെ മുറിയിലിരുന്ന് ഇപ്രകാരം എഴുതി വെച്ചു: ആധുനിക ലോകം, ആധുനിക മനുഷ്യൻ ബൈബിൾ എന്ന് പറയുന്ന ഈ പുസ്തകത്തെ വലിച്ചെറിയും. വേസ്റ്റ് ബോക്സിലേക്ക്, ചവറ്റുകൊട്ടയിലേക്ക് ഈ പുസ്തകത്തെ ആധുനിക മനുഷ്യൻ വലിച്ചെറിയുന്ന കാലം വിദൂരമല്ല എന്ന് ഫ്രഞ്ച് വിപ്ലവ നായകനായ വോൾട്ടയർ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു വെച്ചു. എന്നാൽ സഹോദരങ്ങളെ, കാലം കഴിഞ്ഞ് വോൾട്ടയർ മരിച്ചു. വർഷങ്ങൾ പിന്നിട്ടു. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? വോൾട്ടയർ ഏത് മുറിയിലിരുന്നാണോ ഈ സ്റ്റേറ്റ്മെന്റ് എഴുതിയത്, ഇന്ന് ആ മുറി ആകെ പരിശുദ്ധ ബൈബിൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കാരണം വോൾട്ടയറിന്റെ മരണശേഷം ഏതാനും നാളുകൾ കഴിഞ്ഞപ്പോൾ ബൈബിൾ സൊസൈറ്റി ആ വീട് ലക്ഷക്കണക്കിന് ഡോളർ കൊടുത്ത്, വില കൊടുത്ത വീട് വിലയ്ക്ക് വാങ്ങിയിട്ട് പരിശുദ്ധ ബൈബിൾ അച്ചടിക്കുന്ന പ്രസ്സാക്കി ആ വീടിനെ മാറ്റുകയാണ്, ഭവനത്തെ മാറ്റുകയാണ്. ഇന്ന് ആ ഭവനം മുഴുവൻ പരിശുദ്ധ ബൈബിൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന സഹോദരങ്ങളെ, ഈ പുസ്തകത്തെ നശിപ്പിക്കുവാനും കർത്താവിൻ്റെ പുസ്തകത്തെ ഇല്ലാതാക്കാനും ചരിത്രത്തിൽ നിന്ന് തന്നെ ഇതിനെ പിഴുതുകളയുവാനും എത്രയോ വ്യക്തിത്വങ്ങൾ പരിശ്രമിച്ചു. രാഷ്ട്രീയ ശക്തികള്, ലോകരാജ്യ ഭരണകൂടങ്ങള്, സാമ്രാജ്യ ശക്തികള്, ചക്രവർത്തിമാര്, നിരീശ്വര ശക്തികൾ എന്നു വേണ്ട ലോകത്തിലെ പലവിധ ശക്തികള് കർത്താവിൻ്റെ പരിശുദ്ധ വചനങ്ങൾ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചു. സംഭവിച്ചെന്താ? ഒന്നെങ്കിൽ അവർ ഇല്ലാതായിപ്പോയി, അല്ലെങ്കിൽ അവർ ഈ വചനത്തിൻ്റെ, ഈ പുസ്തകത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകരായി മാറി. അതാണ് കർത്താവിൻ്റെ വചനത്തിൻ്റെ ശക്തി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഇത് ആറ്റം ബോംബിനേക്കാൾ പവറാ സഹോദരങ്ങളെ. കർത്താവിൻ്റെ വചനത്തിന് നമ്മെ നമ്മുടെ ജീവിതത്തിലുള്ള പാപപ്രവൃത്തികളെ നശിപ്പിക്കാൻ മാത്രമല്ല, ആത്മാവിൻ്റെ പുണ്യങ്ങളെ, വരദാന ഫലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പടുത്തുയർത്തുവാനും ഉജ്ജ്വലിപ്പിക്കുവാനും പരിശുദ്ധ വചനത്തിന് കഴിയും. ഒരേ സമയം നശീകരണവും അതേസമയം പടുത്തുയർത്തലും പരിശുദ്ധ വചനം നമ്മുടെ ജീവിതങ്ങളിൽ നിർവഹിക്കുകയാണ്. വചനത്തിൽ വിശ്വസിക്കുന്നവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്. ഹെബ്രായ പുസ്തകം 13-ാം അധ്യായം 12-ാം വചനത്തിൽ, ആ വചനം എല്ലാവരും ശ്രദ്ധയോടെ വായിച്ച്, എൻ്റെ സഹോദരരെ, ജീവിക്കുന്ന ദൈവത്തിൽ നിന്ന് നിങ്ങളിൽ ആരും വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം അകന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഇന്ന് അനേകം വ്യക്തികളിലേക്ക് ദൈവകൃപ കടന്നു വരാത്തതിന് കാരണം, ഇന്ന് പല ജീവിതങ്ങളിലും കുടുംബങ്ങളിലും പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കുവാൻ സാധിക്കാത്തതിന് കാരണം ആത്മാവിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, കർത്താവിൻ്റെ വചനത്തിന് പ്രവർത്തിക്കുവാൻ കഴിവില്ലാഞ്ഞിട്ടല്ല, മറിച്ച് അവിടെ അവിശ്വാസമാണ്, വിശ്വാസരാഹിത്യമാണ്. സഹോദരങ്ങളെ, എവിടെ വിശ്വാസമുണ്ടോ അവിടെയാണ് വചനം പ്രവർത്തിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, വചനം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിന്മേലാണ്. ബൈ ഫെയ്ത്ത് വിശ്വാസത്തിന്മേലാണ് വചനം ആക്റ്റീവ് ആകുന്നത്. വിശ്വാസരഹിതമായ ദുഷ്ടഹൃദയം മൂലം നിങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നശിച്ചു പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുവീൻ. ഒരു താക്കീതായി, ഒരു മുന്നറിയിപ്പായി ആത്മാവ് ഈ വചനത്തിലൂടെ എന്നോടും നിന്നോടും സംസാരിക്കുക. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഇത് നമുക്കുള്ള പരിശുദ്ധാത്മാവിന്റെ ആലോചനയാണ്. നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ, നമ്മൾ തകർന്നു പോകാതിരിക്കാൻ നാം ശ്രദ്ധിച്ചു കൊള്ളണം. എങ്ങനെ നമ്മൾ തകരുന്നത്? വിശ്വാസ രാഹിത്യം മൂലം.
അവിശ്വാസം നിറഞ്ഞ ഹൃദയം മൂലം നമ്മൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ ജാഗ്രതയുള്ളവരാകാൻ പരിശുദ്ധ വചനം മുന്നറിയിപ്പ് തരികയാണ്. വീണ്ടും ഹെബ്രായ പുസ്തകം 3:19 വന്നേ. അവിടെ എന്താ വചനം പഠിപ്പിക്കുന്നത്? അങ്ങനെ അവിശ്വാസ നിമിത്തമാണ് പ്രോമിസ് ലാൻഡിലേക്ക്, വാഗ്ദാന ദേശത്തേക്ക് അവർക്ക് പ്രവേശിക്കാൻ കഴിയാതെ വന്നതെന്ന് നാം കാണുന്നു. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, വിശ്വാസരാഹിത്യം, അവിശ്വാസം ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നു. ഇത് നമ്മുടെ ചങ്കിലേക്ക് തുളച്ചു കയറണം. വിശ്വാസരാഹിത്യം, അവിശ്വാസം ദൈവപ്രവൃത്തിയെ, ദൈവവചനത്തിന്റെ ശക്തിയെ അത് തടയുന്നു, തടസ്സപ്പെടുത്തുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 9-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പറഞ്ഞു ഈ ലോകത്തിന്റെ പാപം എന്താണെന്ന്. യഥാർത്ഥത്തിൽ നമ്മുടെ പാപം എന്താ സഹോദരങ്ങളെ? അവരെന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും, അപ്പൊ അതിനെ ഒരുമിച്ച് ഉച്ചത്തിൽ വായിച്ചേ, അവർ എന്നിൽ വിശ്വസിക്കാത്തതിനാൽ പാപത്തെക്കുറിച്ചും. അപ്പൊ എന്താണ് പാപം? വിശ്വാസമില്ലായ്മയാണ്, അവിശ്വാസമാണ് പാപം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശ്വാസമാണ് പാപം. ഈ ലോകത്തിന്റെ പാപം വിശ്വാസരാഹിത്യമാണ്. അത് ദൈവപ്രവൃത്തിയെ തടസ്സപ്പെടുത്തുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ എന്തുമാത്രം വചനം കേൾക്കുന്നു എന്നുള്ളതല്ല കാര്യം. വചനം കേൾക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ, നമ്മൾ ശ്രമിക്കുന്ന വചനങ്ങൾ, നമ്മൾ വായിക്കുന്ന കർത്താവിൻ്റെ വചനങ്ങൾ നമുക്ക് എന്തുമാത്രം വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഇന്ന് നൂറുകണക്കിന് യൂട്യൂബ് ചാനലുകളുണ്ട്. വെറൈറ്റി വചന പ്രഘോഷണങ്ങൾ, വചന സന്ദേശങ്ങൾ യൂട്യൂബിലുണ്ട്. നമുക്ക് ടെലിവിഷൻ വഴിയും യൂട്യൂബ് വഴിയും വാട്സപ്പ് വഴിയും നൂറല്ല ആയിരക്കണക്കിന് വചന സന്ദേശങ്ങൾ ഓരോ ദിവസവും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വചനം കേൾക്കാൻ യാതൊരു ക്ഷാമവും ഈ കാലത്തിലില്ല. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ശ്രമിക്കുന്ന വചനങ്ങളിൽ നമുക്ക് എത്ര പേർക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഈ വചനം എനിക്ക് വേണ്ടിയാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. ഈ വചനം ജീവനുള്ള വചനമാണ്. കർത്താവിൻ്റെ വചനത്തിൽ എല്ലാം സാധ്യമാണ്. കർത്താവിൻ്റെ വചനത്തിൽ ഒന്നും അസാധ്യമായിട്ടില്ല എന്ന് പൂർണ്ണമായും വിശ്വസിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? ഹെബ്രായ പുസ്തകം 4-ാം അധ്യായം 2-ാം വചനത്തിൽ നമ്മൾ ഒരു കാര്യം കാണുന്നുണ്ട്. അവർക്ക് എന്നതുപോലെ തന്നെയാണ് നമുക്ക് സുവിശേഷം ലഭിച്ചത്. എന്നാൽ അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല, കാരണം അവർ അത് വിശ്വസിച്ചില്ല. സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മിൽ പ്രവർത്തിക്കണമെങ്കിൽ, നമ്മിൽ ആക്റ്റീവ് ആകണമെങ്കിൽ നമ്മൾ വചനത്തിൽ പൂർണ്ണമായും വിശ്വസിക്കണം. അവരും ഇവരും പറയുന്നതല്ല, സാഹചര്യങ്ങൾ പറയുന്നതല്ല, അനുഭവങ്ങൾ പറയുന്നതല്ല, ഈ ലോകം പറയുന്നതല്ല. ദൈവത്തിന്റെ വചനം എന്നെ കുറിച്ച് എന്തു പറയുന്നുവോ അതാണ് ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാട്ടുകാർ പറയുന്നത് തെറ്റിപ്പോകാം, സ്വന്തക്കാർ പറയുന്നത് ചിലപ്പോൾ തെറ്റിപ്പോകാം, ലോകം പറയുന്നത് തെറ്റിപ്പോകാം. എന്നാൽ കർത്താവിന്റെ വചനത്തിന് തെറ്റുപറ്റുകയില്ല. യേശു പറഞ്ഞു, ആകാശം ഭൂമിയും മാറിയാലും എന്റെ വചനം മാറിപ്പോവുകയില്ല. വള്ളിപ്പുള്ളി വചനത്തിൽ മാറ്റമുണ്ടാവുകയില്ല. കാരണം ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗോഡ്. ഇത് കർത്താവിന്റെ ജീവനുള്ള വചനമാണ്. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ശക്തിയോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ദൈവത്തിന്റെ വചനം കേട്ടതുകൊണ്ട് മാത്രമായില്ല. സെക്കൻഡ് ന്യൂസിലൂടെ സംപ്രേഷണം ചെയ്യപ്പെടുന്ന കർത്താവിന്റെ വചനം ഈ സമയം 10,000 കേട്ടുകൊണ്ടിരിക്കുക. ലോകത്തിന് പല ദിക്കുകളിൽ, വിവിധ കുടുംബങ്ങളിൽ, സമൂഹങ്ങളിലായിരുന്ന് 10,000 പരിശുദ്ധ വചനം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വളരെ നല്ലതാണ്. വചന ശ്രവണം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്നാൽ നീ ശ്രവിക്കുന്ന വചനങ്ങളിൽ നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അതാണ് ചോദ്യം. സംശയിക്കാതെ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? കർത്താവിൻ്റെ വചനം എന്തു പറയുന്നുവോ അത് 100% സത്യമാണെന്ന് ചങ്കുറപ്പോടെ സംശയിക്കാതെ
നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്? ഞാൻ അവരെയോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇത് കഥയല്ല സഹോദരങ്ങളെ, ഇത് വെറും ഒരു പൊട്ടക്കഥയല്ല, മുത്തശ്ശി കഥകളല്ല, ഇത് ജീവന്റെ വചസ്സുകളാണ്. നമുക്ക് വേണ്ട നിത്യജീവന്റെ വചസ്സുകളാണിത്. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. വചനത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, വചനത്തിന് പ്രവർത്തിക്കാൻ കഴിയാഞ്ഞിട്ടല്ല. പരിശുദ്ധ വചനത്തിനെ സുഖപ്പെടുത്തുവാൻ, നിന്നെ വിമോചിപ്പിക്കുവാൻ, നിന്നെ അഭിഷേകം ചെയ്യുവാൻ, നിന്നെ ശുദ്ധീകരിക്കുവാൻ, നിനക്ക് വിജയം തരുവാൻ, നിന്നെ വീണ്ടെടുക്കുവാൻ സാധിക്കാഞ്ഞിട്ടല്ല. നീ വിശ്വസിക്കാത്തത് കൊണ്ട് വചനത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അവർ കേട്ട വചനം അവർക്ക് പ്രയോജനപ്പെട്ടില്ല. എന്തുകൊണ്ട്? അവർ അത് വിശ്വസിച്ചില്ല. അവർ വചനത്തിൽ വിശ്വസിച്ചില്ല, വചനത്തിൽ വിശ്വസിച്ചില്ല. അപ്പൊ എന്തുമാത്രം അഭിഷേകത്തോടെ വചനം കേട്ടാലും കേൾക്കുന്ന വചനത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ വചനം നമ്മിൽ നിർജീവമാകും, ആക്റ്റീവ് ആകുകയില്ല. നമുക്കൊരു ഫോൺ വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് അതൊന്ന് അറ്റൻഡ് ചെയ്യാം. കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവെ. കൊച്ചിയിലെ പള്ളൂരിൽ നിന്നാണ് ഞാൻ വിളിക്കുന്നത്. അപ്പൊ നോബി എന്ന 12 വയസ്സുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ഞങ്ങളുടെ അടുത്തുള്ള കൊച്ചാണ്. അപ്പൊ അവൻ ഒരു 1.5 മാസം മുൻവരെ സ്കൂളിലൊക്കെ എല്ലാ കാര്യത്തിലും ദൈവത്തെയും പള്ളി പോയി മുഴുവനൊക്കെ കൂടി 1.5 മാസം മുന്നേ ഒരു പനി വന്നിട്ട് നമുക്ക് കുഴഞ്ഞു വീണ് കൊച്ചിയിലെ മെഡിക്കൽ ടെസ്റ്റ് അഡ്മിറ്റ് ഇപ്പോഴും അഡ്മിറ്റ് ആണ്. ടെസ്റ്റൊക്കെ ചെയ്ത് ബോൺമാരോ ടെസ്റ്റ് ചെയ്തപ്പോ ഇത് മജ്ജ പ്രവർത്തിക്കാത്ത, എല്ലിനുള്ളിൽ മജ്ജ പ്രവർത്തിക്കാത്ത അവസ്ഥയെന്ന് പറഞ്ഞു. ഓക്കെ സഹോദരി, ഓക്കെ കേട്ടോ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് 10,000 ഒന്നിച്ചുകൂടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കാരണം വളരെ ചെറിയ സമയമുള്ള, അതുകൊണ്ട് നമുക്ക് ആ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക. എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആ കുഞ്ഞിലേക്ക് കർത്താവിന്റെ വചനം കടന്നു ചെല്ലുവാൻ. എന്റെ സഹോദരങ്ങളെ, ദൈവവചനത്തിന് പരിമിതിയില്ല. വചനം സമയത്തിനപ്പുറമാണ്, കാലത്തിന് അധീനമാണ്. കർത്താവിന്റെ വചനത്തിന് എവിടെയും കടന്നു ചെല്ലാൻ പറ്റും, ആരിലും പ്രവർത്തിക്കാൻ പറ്റും. ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് വിശ്വസിക്കാം. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവ് വചനമയച്ച ആ കുഞ്ഞിനെ സുഖപ്പെടുത്തട്ടെ. സൗഖ്യത്തിന്റെ വചനം കടന്നു വരട്ടെ. എല്ലാവരും ഒന്നിച്ചു കണ്ണുനീരോടെ പ്രാർത്ഥിക്കും മക്കളെ. ഇത് അനേക കുടുംബങ്ങൾ ഇതുപോലെ സൗഖ്യങ്ങൾ സംഭവിക്കും, അത്ഭുതങ്ങൾ വെളിപ്പെടുകയാണ്, ഡെലിവറൻസുകൾ സംഭവിക്കുകയാണ്, പൈശാചിക പിടികൾ പൊട്ടുകയാണ്, നാറിക ശക്തികൾ തകരുകയാണ്, അത്ഭുത രോഗശാന്തികൾ സംഭവിക്കുന്നു, അത്ഭുത മാനസാന്തരങ്ങൾ സംഭവിക്കുന്നു. കരമുയർത്തി സ്വരമുയർത്തി ഒന്നിച്ചൊരൊറ്റ വിളി, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, ആ കുഞ്ഞിലേക്ക് വചനമയച്ച് ആ കുഞ്ഞിനെ സുഖപ്പെടുത്തണമേ. അത്ഭുത ഹീലിംഗ്, അത്ഭുത ഡെലിവറൻസ് ഇപ്പോൾ ഈ സമയം സംഭവിക്കട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, ആ കുഞ്ഞായിരിക്കുന്ന ഇടത്തേക്ക് നീ കടന്നു ചെല്ലണമേ. ആ കുഞ്ഞിനെ തൊട്ട് സുഖപ്പെടുത്തണമേ. ഇതുപോലെ രോഗപീഡിതരായിരിക്കുന്ന, മാരാവ്യാധികളിലായിരിക്കുന്ന ആയിരങ്ങളിലേക്ക് കർത്താവിന്റെ വചനം കടന്നു ചെന്ന് അവരെ സുഖപ്പെടുത്തട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കുന്നു. ഈശോ, ഈശോ. അടയാളങ്ങൾ നാമത്തിൽ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവർത്തികൾ സംഭവിക്കട്ടെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവർത്തികൾ കണ്ടിടട്ടെ. നീ തരിക കൃപമാരി പോലെ, തരിക കൃപമാരി പോലെ, നീ തരിക കൃപമാരി പോലെ, തരിക കൃപമാരി പോലെ. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നല്ല വീര്യപ്രവർത്തികൾ കർത്താവിന്റെ വചനത്തിൽ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, കർത്താവിന്റെ നാമത്തിലൂടെ, കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിലൂടെ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ കണ്ടിടട്ടെ. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. എന്റെ സഹോദരങ്ങളെ,
ഈ സമയം അനേകം ജീവിതങ്ങളിലേക്ക് തന്റെ വചനം അയച്ച് ഒത്തിരിയേറെ മക്കളെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയം, വിവിധ രോഗപീഡന കെട്ടുകൾ പൊട്ടുന്ന സമയം, അത്ഭുത സൗഖ്യങ്ങളും രോഗശാന്തികൾ ഡെലിവറൻസുകൾ വെളിപ്പെടുന്ന സമയം, വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ഇവിടെ പ്രഖ്യാപിക്കപ്പെടുന്ന ഓരോ വചനത്തിലും വിശ്വസിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇത് കൃപയുടെ സമയമാണ്, ആത്മാവ് ഇടപെടുന്ന സമയമാണ്, നിനക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കുന്ന സമയമാണ്. ഈശോ 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 ഈ സമയം തന്നെ നിങ്ങൾ ലൈവിൽ അനേകർക്ക് യൂട്യൂബിൽ ലിങ്ക് അയച്ചു കൊടുക്കുക. പറ്റുന്നവർ 5 മിനിറ്റ് 5 മിനിറ്റ് 10 മിനിറ്റ് 10 മിനിറ്റ് വചനം കേട്ടവരെല്ലാം ആത്മാവിൽ നിറയാൻ, ശുദ്ധീകരിക്കപ്പെടാൻ നമ്മൾ ഈ ശുശ്രൂഷയിൽ എല്ലാവരും സഹകാരികളാകുക. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങളെല്ലാം ടെക്സ്റ്റ് ചെയ്യുക. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ് എൻ്റെ സഹോദരങ്ങളെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, ദൈവവചനത്തിൽ വിശ്വസിക്കുന്നവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഈ സത്യം സഭയെ പഠിപ്പിക്കുകയാണ്. തെസ്സലോനി സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 2-ാം അധ്യായം 13-ാം തിരുവചനം അതിനൊന്നിച്ച് വായിച്ച്, ഞങ്ങളിൽ നിന്ന് നിങ്ങൾ ശ്രവിച്ച ദൈവവചനം മനുഷ്യരുടെ വചനമായിട്ടല്ല, വിശ്വാസികളായ നിങ്ങളിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ ദൈവത്തിൻ്റെ വചനമായിട്ടാണ് നിങ്ങൾ സ്വീകരിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, വചനം പ്രവർത്തിക്കുന്നത് കണ്ടു, വിശ്വാസികളായ നിങ്ങളിലാണ് ദൈവത്തിൻ്റെ വചനം പ്രവർത്തിക്കുക. അപ്പം ആരിലാണ് വചനം പ്രവർത്തിക്കുന്നത്? വിശ്വാസികളിലാണ്. വചനത്തിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരിലാണ് വചനം സൗഖ്യമായി, വിമോചനമായി, കൃപയായി, അഭിഷേകമായി, ജ്ഞാനമായി, വിജയമായി, ശക്തിയായി, വിമോചനമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കേൾക്കുന്ന വചനത്തിൽ വിശ്വസിച്ചു കൊണ്ടിരുന്നു. ഞാൻ ഈ വചനം നിങ്ങളോട് പങ്കുവെക്കുമ്പോൾ ഞാൻ ഹൃദയം പൂർണ്ണമായി ഇത് വിശ്വസിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മേലും കേൾക്കുന്ന നിങ്ങളുടെ മേലും കർത്താവിൻ്റെ ആത്മാവിൻ്റെ ഉന്നതമായൊരു അഭിഷേകം വരുന്നുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം സംഭവിക്കുന്നുണ്ട്. ഈ സമയം വചനത്തിലൂടെ തൻ്റെ സാന്നിധ്യം, തൻ്റെ കൃപ അനേകം ആത്മാക്കളിലേക്ക് കർത്താവ് പകർന്നു നൽകുന്നുണ്ട്. പരിശുദ്ധ വചനത്തിൽ വിശ്വസിക്കുക. യോഹന്നാന്റെ സുവിശേഷം 8:31 കർത്താവ് ആരോടാ സംസാരിച്ചത്? തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. അപ്പൊ അതിനൊന്നിച്ചു വായിച്ചേ. തന്നിൽ വിശ്വസിച്ച യഹൂദരോട് യേശു പറഞ്ഞു. ആരോട് യേശു സംസാരിച്ചത്? കർത്താവ് യേശുവിൽ വിശ്വസിച്ചവരോടാണ്. യേശുവിനെ വിശ്വസിച്ചവരോടാണ് യേശു സംസാരിച്ചത്. അപ്പൊ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവിൻ്റെ സംസാരം കേൾക്കണമെങ്കിൽ, കർത്താവിൻ്റെ സൗഖ്യം നമുക്ക് സ്വന്തമാക്കാൻ പറ്റണമെങ്കിൽ, ദൈവിക ഇടപെടലുകൾ അനുഭവിക്കാൻ കഴിയണമെങ്കിൽ, സഹോദരങ്ങളെ, വചനത്തിൽ വിശ്വസിക്കണം. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയട്ടെ, പരിശുദ്ധ വചനത്തിൽ വിശ്വസിക്കണം. ആരെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവോ അവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്. ഒന്ന് പരസ്പരം ഒന്ന് പറഞ്ഞേ, വിശ്വസിക്കുന്നവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്. പറഞ്ഞേ, വിശ്വസിക്കുന്നവരിലാണ് വചനം പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനത്തിന് മാറ്റമില്ല പ്രിയപ്പെട്ടവരെ. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 35-ാം വചനത്തിൽ കർത്താവ് ഈ ഒരു പ്രഖ്യാപനം നടത്തുക. എന്താണ് ഈശോ പറഞ്ഞത്? ആകാശവും ഭൂമിയും കടന്നു പോകും, എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. നമ്മൾ എത്രയോ പ്രാവശ്യം വായിച്ച് ധ്യാനിച്ചുള്ള വചനമാണ്. ആകാശവും ഭൂമിയും മാറിയാലും എൻ്റെ വചനങ്ങൾ മാറിപ്പോവുകയില്ല. ഈ വചനത്തോട് ബന്ധപ്പെട്ട് ഹെബ്രായ പുസ്തകം 13:8 എല്ലാവരും പരിശുദ്ധ ബൈബിൾ എടുത്ത് ഒരുമിച്ച് വായിച്ച്. ഹെബ്രായ പുസ്തകം 13:8 എന്താണ് വചനം പഠിപ്പിക്കുന്നത്? യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ഹല്ലേലൂയ. വചനത്തിന് മാറ്റമില്ല. എത്ര നൂറ്റാണ്ടുകൾക്ക് മുൻപ് എഴുതപ്പെട്ട തിരുവെഴുത്തുകളാണെങ്കിലും കർത്താവിൻ്റെ പ്രത്യാഗമനം വരെ പരിശുദ്ധ വചനങ്ങൾക്ക് യാതൊരു മാറ്റവുമില്ല. കർത്താവിൻ്റെ തിരുവെഴുത്തുകൾക്ക് യാതൊരു മാറ്റവുമില്ല. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച്, പരിശുദ്ധ വചനത്തിൽ വിശ്വസിക്കുന്നവരിൽ എപ്രകാരമാണ് വചനം പ്രവർത്തിക്കുന്നത്? വചനത്തിൽ വിശ്വസിക്കുന്നവരിൽ വചനം എപ്രകാരമാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ ശ്രദ്ധയോടിരിക്കണമേ. ഒന്നാമതായി
വിശ്വസിക്കുന്നവരിൽ വചനം പ്രവർത്തിക്കുന്നത് സൗഖ്യമായിട്ടാണ്. നമുക്ക് വേണ്ട മാനസികമായ ശാരീരികമായ സൗഖ്യം തരുവാൻ, നമ്മുടെ എത്ര വലിയ മുറിപ്പാടുകളെയും ഉണക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് കഴിയും. കർത്താവിൻ്റെ വചനം സൗഖ്യത്തിൻ്റെ വചനമാണ്. പരിശുദ്ധ വചനത്തിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരിൽ വചനം സൗഖ്യമായി വെളിപ്പെടുന്നു, സൗഖ്യമായി പ്രവർത്തിക്കുന്നു. 107 സങ്കീർത്തനം 20 വചനം. രോഗികളായിട്ടുള്ളവരൊക്കെ നമ്മളൊക്കെ വിവിധങ്ങളെ രോഗാവസ്ഥകളുള്ളവരാ. എൻ്റെ സഹോദരങ്ങൾ, ഉച്ചത്തിലെ വചനം വായിച്ച് അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് അവരെ വിടുവിച്ചു, തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി. കണ്ടു, വചനം സൗഖ്യത്തിൻ്റെ വചനമാണ്, സൗഖ്യത്തിൻ്റെ വചനമാണ്. കർത്താവ് ഭൂമിയിലേക്ക് കൽപ്പന അയക്കുന്നു. ആ കൽപ്പന നിറവേറ്റാൻ ദൈവത്തിന്റെ വചനം പാഞ്ഞു വരുന്നു. ഹല്ലേലൂയ. അപ്പൊ കർത്താവ് എന്നോട്, ഉദാഹരണത്തിന്, സന്തോഷം നീ സുഖപ്പെടുക, കർത്താവ് എന്നോട് കൽപ്പിക്കുമ്പോൾ ആ സൗഖ്യം അവിടെ സംഭവിക്കുവാൻ പരിശുദ്ധ വചനം പാഞ്ഞു വരികയാണ്. എന്നിട്ട് ആ കൽപ്പന അങ്ങ് നിറവേറ്റുകയാണ്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവചനത്തിൽ പറയുന്നത്, എൻ്റെ അധരത്തിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കും അങ്ങനെ തന്നെയാണ്, അത് ഫലരഹിതമായി തിരിച്ചു വരികയില്ല. ഞാൻ ഏൽപ്പിച്ച ഉദ്ദേശം ഓരോ വചനവും നിറവേറ്റും. ഓരോ വചനത്തിൻ്റെ പുറകിൽ കർത്താവിന് ഓരോ ദൗത്യമുണ്ട് സഹോദരങ്ങളെ. ആ വചനം അത് നിറവേറ്റുക തന്നെ ചെയ്യും. വചനമയച്ചവരെ സൗഖ്യമാക്കി. വീണ്ടും ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12, കർത്താവേ, മരുന്ന് ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. അപ്പോൾ നമ്മൾക്ക് സൗഖ്യം തരുന്നത് ഏതാ? മരുന്നുണ്ട്, ലേപനങ്ങളുണ്ട്, മെഡിസിൻ, അതൊക്കെ വേണം നമുക്ക്. പക്ഷെ ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ ഏതാ? കർത്താവിൻ്റെ വചനമാണ്. നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ വചനം ഭക്ഷിച്ച് വചനം ധ്യാനിക്കുമ്പോൾ, വചനം വിശ്വസിച്ചത് പ്രഖ്യാപിക്കുമ്പോൾ അത്ഭുത സൗഖ്യങ്ങൾ ഉണ്ടാകുന്നു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലെ എനിക്ക് ഒത്തിരി അനുഭവങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് പറയാൻ പറ്റും സഹോദരങ്ങളെ. പലപ്പോഴും മാനസികമായി ശാരീരികമായി ക്ഷീണിച്ച് തകർന്നിരിക്കുന്ന സമയങ്ങളിലൊക്കെ കർത്താവിൻ്റെ വചനം പ്രത്യാശയോടെ ഏറ്റുപറഞ്ഞ് അത് പ്രഖ്യാപിക്കുമ്പോൾ ആ ക്ഷീണം മാറി, തളർച്ച മാറി, നമ്മുടെ വേദനകൾ മാറി, വലിയൊരു ആനന്ദവും അതിലേറെ ഒരു ഉണർവും ശക്തിയും ലഭിക്കുന്ന എത്രയെത്ര അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിൽ ആത്മാവ് തന്നിട്ടുണ്ട്. നമുക്കെല്ലാം ഇതുപോലെ ഒത്തിരി അനുഭവങ്ങളുണ്ട്. മാറാ രോഗങ്ങൾ, ക്യാൻസർ സുഖപ്പെടുന്നു. പരിശുദ്ധ വചനം ഭക്ഷിച്ച്, വചനം വിശ്വസിച്ച്, വചനത്തിൽ വിശ്രമിച്ച്, വചനം വിശ്വാസത്തോടെ പ്രഖ്യാപിച്ച പലരുടെയും ജീവിതത്തിൽ മാറാവ്യാധിയായി വന്ന ക്യാൻസർ സൗഖ്യപ്പെട്ട എത്രയോ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്താൻ കഴിയും. ഇത് വെറുതെ വെച്ചുകെട്ടി പറയുന്നതല്ല. കർത്താവിൻ്റെ വചനമാണ് ഏറ്റവും ബെസ്റ്റ് മെഡിസിൻ. ഏത് രോഗങ്ങൾക്കും ഉള്ള ഔഷധമാണ് പരിശുദ്ധ വചനം. മരുന്ന് ലേപന ഔഷധങ്ങളല്ല. കർത്താവേ, അവിടുത്തെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. നമുക്ക് ഹീലിംഗ് തരുന്നത് എന്താ? വേർഡ് ഓഫ് ഗോഡ്, പരിശുദ്ധ വചനം. സഹോദരങ്ങളെ, ഇത് ഭക്ഷിക്കാൻ പറ്റൂ. നിന്റെ രോഗം എന്തുമാവട്ടെ, മാനസിക രോഗങ്ങളാകട്ടെ, ശാരീരിക രോഗങ്ങളാകട്ടെ, ക്യാൻസർ ആകട്ടെ, ഹൃദ്രോഗമാകട്ടെ, ലിവർ സോറിസിസ് ആകട്ടെ, ആമാശയ സംബന്ധ രോഗങ്ങളാകട്ടെ, എല്ല് സംബന്ധ എന്ത് രോഗങ്ങളായിക്കൊള്ളട്ടെ, ഏത് രോഗത്തിനുമുള്ള ഔഷധമാണ് കർത്താവിൻ്റെ വചനം. നീ വിശ്വാസത്തോടെ വചനം ഭക്ഷിക്കണം, വചനം ഏറ്റുപറയണം, വചനം പ്രഖ്യാപിക്കണം. പ്രഖ്യാപിക്കപ്പെടുന്ന ഓരോ വചനവും നിന്റെ ജീവിതത്തിൽ സൗഖ്യമായി വ്യാപരിക്കാൻ തുടങ്ങും. അത്ഭുത രോഗശാന്തി ഉണ്ടാവുന്നു. എത്രയോ അനുഭവങ്ങൾ ഇതുപോലെ വചനം ഭക്ഷിച്ച്, വചനം പ്രഖ്യാപിച്ച് അത്ഭുത രോഗശാന്തി കിട്ടിയ 100 അല്ല 1000 പേരുടെ അനുഭവ സാക്ഷ്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാൻ പറ്റും. അപ്പോൾ വചനം സൗഖ്യമായി വെളിപ്പെടുന്നു. രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിച്ച്, വചനത്തിൽ വിശ്വസിക്കുന്നവരിൽ വചനം പ്രവർത്തിക്കുന്നത് ഡെലിവറൻസ് ആയിട്ടാണ്, വിമോചനമായിട്ടാണ്. നമ്മളെ വചനം ഡെലിവർ ചെയ്യുന്നു. പൈശാചിക പീഡയിൽ നിന്ന്, സാത്താന്യ ആധിപത്യങ്ങളിൽ നിന്ന്, തിന്മയുടെ ദുഷിപ്പിൻ്റെ എല്ലാവിധ അടിമത്തങ്ങളിൽ നിന്നും വചനം നമ്മൾക്ക് വീണ്ടെടുപ്പ് നൽകുന്നു, വിമോചനം നൽകുന്നു. ശമത്തായുടെ സുവിശേഷം 8-ാം അധ്യായം
ഞാൻ കൂടെ വായിക്കുന്നൊരു വചനമാണത്. 16ഉം 17ഉം തിരുവചനങ്ങളിൽ എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? സായാഹ്നമായപ്പോൾ അനേകം പിശാച് ബാധിതരെ അവർ യേശുവിന് അടുത്ത് കൊണ്ടുവന്ന്, ശ്രദ്ധിക്കണം, സാധാരണക്കാരല്ല, പിശാച് ബാധിച്ചവര്, അശുദ്ധാത്മാക്കൾ ബാധിച്ചവര്, അവർ അസ്വസ്ഥരാണ്, മുറിവേറ്റവരാണ്, പലവിധ ബന്ധനങ്ങള്, പലവിധ ദുഷ്പ്രവർത്തികൾ അവരുടെ ജീവിതങ്ങളിലുണ്ട്. ഇങ്ങനെ പിശാച് ബാധിതരെ കർത്താവിന്റെ അരികിലോട്ട് ജനം കൊണ്ടുവരികയാണ്. അവിടെ എന്താണ് സംഭവിച്ചത്? അവൻ അശുദ്ധാത്മാക്കളെ വചനം കൊണ്ട് പുറത്താക്കുകയും, പറഞ്ഞേ വചനം കൊണ്ട്, വചനം കൊണ്ട്, അല്പം ഉച്ചത്തിൽ പറഞ്ഞേ വചനം കൊണ്ട്, വചനം കൊണ്ട്, വചനം പറഞ്ഞേ കണ്ടു, വചനം പറഞ്ഞു പുറത്താക്കി. അശുദ്ധാത്മാക്കളെ വചനം പറഞ്ഞു പുറത്താക്കി. എല്ലാ രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. വിശ്വസിച്ചിട്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ഈ വചനത്തിന്റെ തീ, വചനത്തിന്റെ കൃപ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, മക്കളിൽ, കൂട്ടായ്മകളിൽ, തലമുറകളിൽ വെളിപ്പെടുവാൻ വേണ്ടി ഇരു കരങ്ങൾ ഉയർത്തി ഒന്നിച്ചു വിളിച്ച് യേശുവേ, യേശുവേ, വിമോചനത്തിന്റെ വചനമയച്ച് ഡെലിവറൻസ് തരണമേ, ആത്മീയമായി വീണ്ടെടുക്കണമേ. എല്ലാ പൈശാചിക ബന്ധനങ്ങളിലും നാരിക ശക്തികളിൽ നിന്ന് രൂപികളിൽ കർത്താവേ വചനമയച്ച് ഞങ്ങളെ വിമോചിപ്പിക്കണമേ, വിമോചിപ്പിക്കണമേ. വചനം പറഞ്ഞ് അശുദ്ധാത്മാക്കളെ പുറത്താക്കി. അവിടെ വലിയ ഡെലിവറൻസ് ഉണ്ടാവുകയാണ്. അപ്പൊ നിങ്ങൾ ചിന്തിച്ച്, പരിശുദ്ധ വചനത്തിലൂടെ ഏത് പൈശാചിക പീഡയെയും, എത്ര വലിയ പൈശാചിക ബന്ധനങ്ങളെയും തകർക്കാൻ കഴിയും. കാരണം വചനം ദൈവമാണ്, വചനം ദൈവശക്തിയാണ്. എൻ്റെ സഹോദരങ്ങൾ, ഈ സത്യം മനസ്സിലാക്കുക. അപ്പോൾ വചനത്തിലൂടെ ഡെലിവറൻസ് ഉണ്ടാകുന്നു. നമുക്കൊരു കോള് വരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് അറ്റൻഡ് ചെയ്യാം. നന്ദി കർത്താവേ, നന്ദി കർത്താവേ, വചനം അയച്ച് ഞങ്ങൾക്ക് ഹീലിംഗ് തരണമേ, ഡെലിവറൻസ് തരണമേ. ഈശോ, ഈശോ കർത്താവേ നന്ദി. കോളുണ്ടോ? നന്ദി കർത്താവേ. ഹലോ, ആ പറഞ്ഞ നിയോഗം പെട്ടെന്ന് പറഞ്ഞോ. കേൾക്കുന്നുണ്ടോ? ഞാൻ കേൾക്കുന്നുണ്ട്. നമ്മുടെ രണ്ട് മക്കളും വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നല്ലൊരു നിയോഗം. ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കാം കേട്ടോ. വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കാൻ, അവർക്ക് വിശ്വാസം ഒട്ടുമില്ല. അതിൽ നമുക്ക് പ്രാർത്ഥിക്കാം. വിശ്വാസത്തിൽ വളർച്ച പ്രാപിക്കാനും കർത്താവിന്റെ വചനത്തിൽ വേരൂന്നി അവർ സഭയ്ക്കും സമൂഹത്തിന് അനുഗ്രഹങ്ങളായി മാറാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആയിരങ്ങൾ ഈ സമയം എൻ്റെ സഹോദരങ്ങളെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, വിശ്വാസം വളരുന്നത് പരിശുദ്ധ വചന ശ്രവണത്തിലൂടെയാണ്. നമ്മൾ വചനത്തിൽ ജീവിക്കുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. വചനത്തെ കണ്ടുമുട്ടുമ്പോൾ വിശ്വാസം വർദ്ധിക്കും. നമ്മുടെ യുവജനങ്ങളെ സമർപ്പിക്കാം, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം, കുഞ്ഞുങ്ങളെ സമർപ്പിക്കാം. എല്ലാവരും വിശ്വാസത്തിൽ വളരാൻ, വചനത്തെ കണ്ടുമുട്ടുവാൻ, പരിശുദ്ധ വചനത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി കരമുയർത്തി ഒന്നിച്ചു വിളിക്കുന്നു. യേശുവേ, വചനമയച്ച് പൈശാചിക പീഡകൾ മാറ്റണമേ. പരിശുദ്ധ വചനത്തിൽ വിശ്വസിക്കാൻ കൃപ തരണമേ. വചനം ജീവിക്കുവാൻ കൃപ തരണമേ. വചനത്തിൽ വിശ്രമിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലിയ അഭിഷേകം ഒഴുകട്ടെ. വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വർദ്ധിക്കട്ടെ. അങ്ങേ ചിറകിൻ മറവിലാണു ഞാൻ, എന്റെ വിശ്വാസം വർദ്ധിപ്പിക്ക. എല്ലാ യുവജനങ്ങളുടെയും കർത്താവിന്റെ വചനത്തിലൂടെ വിശ്വാസം വർദ്ധിക്കട്ടെ, വിശ്വാസം വളരട്ടെ. കുടുംബങ്ങളുടെ, ദമ്പതിമാരുടെ, സമർപ്പിതരുടെ, സന്യസ്തരുടെ, എല്ലാ വന്യ വൈദികരുടെയും വിശ്വാസം വർദ്ധിക്കട്ടെ. വിശ്വാസം വർദ്ധിപ്പിക്കണേ. ആമേൻ, ആമേൻ. കർത്താവിന്റെ വചനം ഭക്ഷിക്കുമ്പോൾ, നമ്മൾ വചനത്തിൽ വ്യാപരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുകയാണ്. പെരുകി 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 വരികയാണ്. എൻ്റെ സഹോദരങ്ങൾ, വിശ്വാസം വർദ്ധിക്കാനുള്ള പ്രധാന വഴി എന്താ? വചന ശ്രവണം, വചനത്തിലുള്ള നമ്മുടെ ജീവിതം. മൂന്നാമത് നിങ്ങൾ ശ്രദ്ധിച്ച്, പരിശുദ്ധ വചനത്തിൽ ആരെല്ലാം വിശ്വസിക്കുന്നുവോ അവരിൽ വചനം വെളിപ്പെടുന്നതും എങ്ങനെയാണ്? വചനം നമുക്ക് ജ്ഞാനം തരും. ഞാൻ വചനത്തിൽ വിശ്വസിച്ച് വചനത്തിൽ വ്യാപരിക്കുമ്പോൾ, ഞാൻ വിശ്വസിക്കുന്ന വചനം എന്നെ ജ്ഞാനിയാക്കി മാറ്റും.
എനിക്ക് ദൈവിക ജ്ഞാനം ലഭിക്കുന്നു. പൗലോസ്ലീഹ സഭയെ പഠിപ്പിക്കുന്നുണ്ട്. തിമോത്തിയോസിന് 2 ലേഖനം 3:15. ശ്രദ്ധിച്ച് നിങ്ങൾ ഈ വചനം ഇങ്ങോട്ട് നോക്കി. കർത്താവിൻ്റെ വചനത്തിൽ, പരിശുദ്ധ ബൈബിളിൽ നമ്മൾ വിശ്വസിച്ച് നമ്മൾ വചനം ഭക്ഷിക്കുമ്പോൾ, എൻ്റെ സഹോദരങ്ങളെ, ഈ വചനങ്ങൾ നമ്മൾക്ക് ജ്ഞാനം തന്നു, നമ്മളെ ജ്ഞാനികളാക്കി മാറ്റുന്നു. ഒന്നിച്ചു വായിച്ച്, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നതിന് നിന്നെ ജ്ഞാനിയാക്കുന്ന വിശുദ്ധ ലിഖിതങ്ങൾ, നിന്നെ ജ്ഞാനിയാക്കുന്ന പരിശുദ്ധ വചനങ്ങൾ. ശ്രദ്ധിച്ച്, അപ്പൊ വചനം നമ്മളെ എന്താക്കി മാറ്റുന്നു? ജ്ഞാനമുള്ളവരാക്കുന്നു. ഞാനും നിങ്ങളും കർത്താവിന്റെ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, വിശ്വസിക്കുന്ന വചനങ്ങൾ നമ്മിൽ ജ്ഞാനത്തെ കൊണ്ടുവരുന്നു, നമ്മൾ ജ്ഞാനമുള്ളവരാക്കി മാറ്റുന്നു. ഹല്ലേലൂയ. ഈ കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിയുവാൻ, പിശാചിന്റെ ചതികളെ മനസ്സിലാക്കുവാൻ, പ്രിയപ്പെട്ടവരെ, ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിയുവാൻ, വചനത്തിന് മർമ്മങ്ങൾ ഗ്രഹിക്കുവാനെല്ലാം ഈ ദൈവിക ജ്ഞാനത്തിലൂടെ എനിക്കും നിങ്ങൾക്ക് സാധിക്കുന്നു. അപ്പോൾ വചനത്തെ സ്നേഹിക്കുന്നവർക്ക്, വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് ജ്ഞാനം ലഭിക്കുന്നു. ഹല്ലേലൂയ. മറ്റൊരു പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ ശ്രദ്ധിക്കണമേ, ഞാൻ വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, ഞാൻ കർത്താവിൻ്റെ വചനത്തെ ആത്മാർത്ഥമായി സ്നേഹിക്കുമ്പോൾ, ഞാൻ വചനത്തിൽ വ്യാപരിക്കുമ്പോൾ, ഈ വചനം എനിക്ക് ആഴമേറിയ അനുതാപം തരുന്നു. റിപ്പൻറ്റൻസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ്. പ്രിയപ്പെട്ടവരെ, അനുതാപം നഷ്ടപ്പെട്ടൊരു കാലഘട്ടമാണിത്. മാനസാന്തരമില്ലാത്തൊരു കാലം, ഹൃദയകാഠിന്യം സംഭവിച്ചൊരു കാലം, ഹൃദയങ്ങൾ കഠിനമായിരിക്കുകയാ. എൻ്റെ സഹോദരങ്ങളെ, അനുതാപത്തിൻ്റെ അരൂപി അനേകം ജീവിതങ്ങൾ നഷ്ടപ്പെട്ടു പോയി, മനസാക്ഷി കരിഞ്ഞുപോയി, കഠിന ഹൃദയമായ ഒരവസ്ഥയിലേക്ക് ഒത്തിരിയേറെ ആത്മാക്കൾ കടന്നു പോകുന്നു. എന്നാൽ വചനത്തെ സ്നേഹിക്കുന്നവരിൽ, വചനത്തിൽ വിശ്വസിക്കുന്നവരിൽ വചനം അനുതാപത്തെ നൽകുന്നു. അപ്പോസ്തല പ്രവൃത്തി 2:37 ഒരുമിച്ച് വായിച്ച് നിങ്ങളെ വചനം. ഇത് കേട്ടപ്പോൾ പത്രോസ്ലീഹായുടെ സുവിശേഷ പ്രസംഗം, വചന സന്ദേശം കേട്ടപ്പോൾ അവർ ഹൃദയം നുറുങ്ങി. പത്രോസിനോടും മറ്റ് അപ്പോസ്തലന്മാരോടും ചോദിച്ചു, വാട്ട് ഷാൽ വി ഡു? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അനുതാപ ഹൃദയത്തോടെ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് അവർ ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സഹോദരങ്ങളെ, നാം വചനത്തെ സ്നേഹിക്കുമ്പോൾ വചനം നമുക്ക് അനുതാപം തരുന്നു. അനുതാപം, റിയൽ റിപ്പൻറ്റൻസ്, യഥാർത്ഥമായ അനുതാപം, സത്യസന്ധമായ അനുതാപം എനിക്ക് നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അപ്പം ഇത് നമുക്ക് ആവശ്യമാണ്. എന്തുമാത്രം ബ്ലെസ്സിങ്സ് ആണ് വചനത്തിൽ വിശ്വസിക്കുന്നവർക്ക് വചനം തന്നുകൊണ്ടിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ, ആത്മാവിൻ്റെ പകർച്ച. വചനത്തിൽ വിശ്വസിക്കുന്നവരിൽ, വചനത്തെ സ്നേഹിക്കുന്നവരിൽ ആത്മാവിൻ്റെ പകർച്ച, അഭിഷേകത്തിന് പകർച്ചയുണ്ടാകുന്നു. അപ്പോസ്തല പ്രവർത്തനം 10:44 അവിടെ എന്താ പരിശുദ്ധ വചനം പറയുന്നത്? പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സിനിമാ കഥയല്ല, നാട്ടുവിശേഷങ്ങളല്ല, ജീവിക്കുന്ന കർത്താവിൻ്റെ വചനം ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നു. ഹല്ലേലൂയ. കണ്ടോ, വചനം ശ്രവിക്കുന്ന ഒരു സമൂഹത്തിലേക്ക്, വചനം കേട്ടുകൊണ്ടിരുന്ന സമൂഹത്തിലേക്ക്, പരിശുദ്ധ വചനത്തെ വിശ്വസിച്ചു കൊണ്ടിരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ആത്മാവ് ഇറങ്ങുകയാണ്. ആത്മാവിന്റെ പകർച്ചയുണ്ടാവുകയാണ്. സഹോദരങ്ങളെ, ഈ വചനത്തിൽ വിശ്വസിക്കാൻ പറ്റുമോ? വചനത്തെ സ്നേഹിക്കാൻ പറ്റുമോ? ആത്മാവിന്റെ പകർച്ച ലഭിക്കും. അഭിഷേകത്തിന് ഇമ്പാർട്ടേഷൻ, അഭിഷേകത്തിന് പകർച്ചയുണ്ടാകുമെന്ന് കർത്താവിൻ്റെ വചനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. സംശയിക്കേണ്ട സഹോദരങ്ങളെ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഞാനും നീയും വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, നമ്മൾ വിശ്വസിക്കുന്ന വചനം നമുക്ക് നിത്യജീവൻ, ഇറ്റേണൽ ലൈഫ്, ഇറ്റേണൽ സാൽവേഷൻ, നിത്യമായ രക്ഷ തരുന്നു, രക്ഷയുടെ അനുഭവം തരുന്നു, ജീവന്റെ അനുഭവം തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 68-ാമത്തെ വചനം. അവിടെ എന്താ പറയുന്നത്? ശിമോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോകും? നിത്യജീവന്റെ വചസ്സുകള് നിന്റെ പക്കലുണ്ട്. സത്യസന്ധമായി പത്രോസിലേക്ക് പ്രഖ്യാപിക്കുകയാണ്, കർത്താവേ, അങ്ങയുടെ വചനങ്ങള് നിത്യജീവന്റെ വചസ്സുകളാ, ഞങ്ങൾക്ക് നിത്യജീവൻ തരുവാൻ കഴിവുള്ളതാണ് കർത്താവേ അങ്ങയുടെ വചനങ്ങള്. വചനം നിത്യജീവൻ തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 6:47 ഇതേ സത്യം യേശു പഠിപ്പിച്ചു. എന്താ കർത്താവ് പഠിപ്പിച്ചത്? യോഹന്നാന്റെ സുവിശേഷം 6:47 അവിടെ എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവനെ
നിത്യജീവനുണ്ട്. ആരെല്ലാം കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നുവോ അവർക്ക് നിത്യജീവനുണ്ട്. വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. സംശയിക്കേണ്ട സഹോദരങ്ങളെ, വചനം നിത്യരക്ഷയുടെ അനുഭവം, നിത്യജീവന്റെ ഉറപ്പ് നമുക്ക് തരികയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വചനം നമ്മളെ സാൻറ്റിഫൈ ചെയ്യുന്നു, നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നു. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മൾ കാണുന്ന, കേൾക്കുന്ന, സ്പർശിക്കുന്ന, നമ്മളുമായി ബന്ധപ്പെടുന്നതിലൂടെ ഒരുപാട് അശുദ്ധികൾ, തിന്മകൾ, ദുഷിപ്പുകൾ, വൾഗർനെസ്, ഈ ലോകത്തിൻ്റെ ജഡീകതകളൊക്കെ നമ്മുടെ ആത്മാവിൽ അതിന് സ്വാധീനം വരുന്നുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പിടിക്കുന്നുണ്ട്. എന്നാൽ വിശ്വാസത്തോടെ, സ്നേഹത്തോടെ നമ്മൾ വചനം ഭക്ഷിക്കുമ്പോൾ, വചനത്തെ സ്നേഹിക്കുമ്പോൾ, വചനം ധ്യാനിക്കുമ്പോൾ, ആ വചനങ്ങൾ നിന്നെ ശുദ്ധീകരിക്കുന്നു, നിന്നെ സാൻറ്റിഫൈ ചെയ്യുന്നു, നിന്നെ പ്യൂരിഫൈ ചെയ്യുന്നു. വചനം നമ്മളെ ശുദ്ധീകരിക്കുകയാണ് സഹോദരങ്ങളെ. യോഹന്നാന്റെ സുവിശേഷം 15:3 നമ്മുടെ കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ സ്വഭാവത്തിൽ നാം വളരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ച്, ഈ വചനത്തെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിച്ച്, വചനത്തിൽ വിശ്വസിച്ച് നമ്മൾ വചനത്തിൽ വ്യാപരിക്കുമുണ്ടല്ലോ, നമ്മളുടെ ജഡീക സ്വഭാവങ്ങൾ, ലോക സ്വഭാവങ്ങൾ, പാപ സ്വഭാവങ്ങൾ ഇതൊക്കെ വിട്ടുമാറി കർത്താവിൻ്റെ സ്വഭാവത്തിൽ, പരിശുദ്ധാത്മാവിൻ്റെ ഫലദാന വരങ്ങളിൽ വളരുവാൻ വചനം നിന്നെ സഹായിക്കുന്നു. അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ വചനത്തെ സ്നേഹിക്കുന്നവരെ, യഥാർത്ഥത്തിൽ വചനത്തിലേക്ക് വേരുന്ന് ജീവിക്കുന്നവരുടെ ജീവിതം പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കണ്ടിട്ടുണ്ട്. അവർക്ക് കർത്താവിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്, കർത്താവിൻ്റെ സ്വഭാവത്തിൽ വളരുന്നൊരു ജീവിതം, ദൈവ സ്വഭാവത്തിൽ വളരുന്നൊരു ജീവിതം വചനം പ്രദാനം ചെയ്യും. ജഡിക സ്വഭാവങ്ങളല്ല, ലോക സ്വഭാവങ്ങളല്ല, പാപ സ്വഭാവങ്ങളല്ല, ദൈവ സ്വഭാവത്തിൽ വളരുവാൻ ആത്മാവ് വചനം നമ്മളെ സഹായിക്കും സഹോദരങ്ങളെ. അവസാനമായി നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ വചനത്തെ സ്നേഹിക്കുമ്പോൾ, വചനത്തിൽ വിശ്വസിക്കുമ്പോൾ, ആ വചനം എല്ലാ വക സ്പിരിച്വൽ ബ്ലെസ്സിങ്സ്, ആത്മീയമായ അനുഗ്രഹങ്ങളും ഭൗതികമായ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് പ്രദാനം ചെയ്യുന്നു. വെളിപാട് 1:3 ഒരൊറ്റ വചനം വായിച്ച് നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. ഈ പ്രവചനത്തിൽ വാക്കുകൾ വായിക്കുന്നവരും കേൾക്കുന്നവരും ഇതിലെഴുതപ്പെട്ടിരിക്കുന്നത് പാലിക്കുന്നവരും അനുസരിക്കുന്നവരും അനുഗ്രഹീതർ. വചനം വായിക്കുമ്പോൾ ആത്മാവ് നമ്മളെ അനുഗ്രഹിക്കുന്നു. ഇപ്പോൾ ഈ വചനം നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബ്ലെസ്സിങ്സ് വരിക, നിരവധിയായ അനുഗ്രഹങ്ങൾ ആ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്, കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കെട്ടുകൾ അഴിയുന്നു, ബന്ധനങ്ങൾ മാറുന്നു, പൈശാചിക പീഡകൾ നീങ്ങിപ്പോകുന്നു, അത്ഭുതങ്ങൾ സംഭവിക്കുന്നു, ഹീലിംഗ് ഉണ്ടാകുന്നു, റിപ്പന്റൻസ് ഉണ്ടാകുന്നു, ആത്മാവിന്റെ പ്രവർത്തികൾ വെളിപ്പെടുന്നു. ഇതുമാത്രം അനുഗ്രഹങ്ങളെ സഹോദരങ്ങളെ. ഹല്ലേലൂയ. വചനം വായിക്കുമ്പോൾ ആത്മാവ് നിന്നെ അനുഗ്രഹിക്കുന്നു, വചനം കേൾക്കുമ്പോൾ ഹോളി സ്പിരിറ്റ് നിന്നെ അനുഗ്രഹിക്കുന്നു, വചനം അനുസരിക്കുമ്പോൾ ആത്മാവിൻ്റെ ബ്ലെസ്സിങ്സ് നിന്റെ ജീവിതത്തിലേക്ക് വരുന്നു. വചനം വായിക്കുമ്പോൾ, കേൾക്കുമ്പോൾ, അനുസരിക്കുമ്പോഴൊക്കെ ബ്ലെസ്സിങ്. ഇതുപോലൊരു അനുഗ്രഹം കിട്ടാൻ നമുക്ക് വേറെ വഴിയുണ്ട്? ഇത്രയും മഹത്തരമായ ഈ ജീവപുസ്തകം നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിട്ട് നമ്മൾ എത്ര പേര് ഇത് ആത്മാർത്ഥമായി വചനം വായിക്കുന്നു, വചനത്തെ സ്നേഹിക്കുന്നു, വചനത്തിൽ ആഴപ്പെടുന്നു, വചനത്തിൽ വിശ്രമിക്കുന്നു, വചനം ജീവിക്കുന്നു. സഹോദരങ്ങളെ, ഒഴികഴിവ് പറയരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെയധികം പ്രയോറിറ്റി നാം വചനത്തിന് കൽപ്പിക്കണം. വചനത്തെ പ്രമാണിക്കുന്നവരെ വചനം ആദരിക്കും, വചനം ഉയർത്തും. ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിനായി സമർപ്പിക്കാം, അവിടുത്തെ വചനത്തിനായി സമർപ്പിക്കാം. പൂർണ്ണമായും വചനത്തെ സ്നേഹിക്കുന്ന, വചനത്തിൽ വിശ്വസിക്കുന്ന, വചനത്തിൽ വ്യാപരിക്കുന്ന ജീവിതങ്ങളായി നമ്മൾ മാറ്റപ്പെടുവാൻ ഒരു സെക്കൻഡ് എല്ലാവരും എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയം, വചനത്തിയായി പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്ന സമയം. പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കുക. ഈ ലോകത്തിൽ മറ്റെന്തിനേക്കാളും, ഭൗതികമായ ഏത് ആവശ്യത്തെക്കാളും കർത്താവിന്റെ വചനത്തിന് വേണ്ടി നമ്മൾ ദാഹിക്കുക, വചന അഭിഷേകത്തിന് വേണ്ടി ദാഹിക്കുക, വചനത്തിന്റെ ആത്മാവിൽ നിറയപ്പെടുവാനായി ദാഹിക്കുക, വചനത്തിൽ നമ്മിൽ കത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുക, ദൈവ സ്വഭാവത്തിൽ വളരുവാൻ, നമ്മൾ ശുദ്ധീകരിക്കപ്പെടുവാൻ, ആത്മീയമായി അനുഗ്രഹിക്കപ്പെടുവാൻ, ആത്മാവിന്റെ ജ്ഞാനത്താൽ നിറയുവാൻ, ആത്മാവിന്റെ വിമോചനത്താൽ പൂരിതരാകുവാൻ ആഗ്രഹിച്ചുകൊണ്ട് പരിശുദ്ധ
കരമുയർത്തി, കരമുയർത്തി, സ്വരമുയർത്തി ഒറ്റ വിളി യേശുവേ. ഈശോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, പരിശുദ്ധ വചനത്തെ സ്നേഹിക്കുവാൻ കൃപ തരണമേ. വചനത്തിൽ വിശ്വസിക്കുവാൻ കൃപ തരണമേ. വചനം ആവോളം ഭക്ഷിക്കുവാൻ വചനത്തെ ഭക്ഷിക്കുവാൻ കൃപ തരണമേ. വചനത്തിൽ വിശ്രമിക്കാൻ കൃപ തരണമേ. വചനത്തിൽ വ്യാപരിക്കാൻ കൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ, സൗഖ്യങ്ങൾ, ഡെലിവറൻസുകൾ, മാനസാന്തരങ്ങൾ ഇപ്പോൾ ഈ സമയം പരിശുദ്ധ വചനത്തിന്റെ അനന്ത ശക്തിയ സംഭവിക്കട്ടെ. നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. വചനം നൽകുന്ന ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുമ്പോൾ ആത്മനിറവുണ്ട്. യേശുനാഥനെ ആരാധിക്കുമ്പോൾ അവൻ എനിക്കായി നൽകുന്ന വിടുതലുണ്ട്. വിശ്വസിക്കുന്ന കർത്താവേ, അങ്ങയുടെ വചനത്തിൽ വിശ്വസിക്കുന്നു. കരമുയർത്തി എല്ലാവരും ഹല്ലേലൂയ പാടിടും ഞാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ പാടിടും ഞാൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ വചനത്തിന്റെ ഉന്നതമായ അഭിഷേകം, വചനത്തിന്റെ കൃപ, വചനശക്തി, വചനത്തിന്റെ സാന്നിധ്യം നമ്മിൽ നിറയുവാൻ ഒരിക്കൽ കൂടെ കരമുയർത്തി ഒറ്റ വിളി യേശുവേ. എല്ലാവരും വിളിക്കുന്നു യേശുവേ. കർത്താവിന്റെ വചനമേ, പരിശുദ്ധ വചനമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ. വചനാഭിഷേകം നൽകണമേ. വചന ശക്തിയാൽ നിറയ്ക്കണമേ. വചനത്തെ സ്നേഹിക്കുവാൻ കൃപ തരണമേ. വചനത്തിൽ വ്യാപരിക്കുവാൻ സഹായിക്കണമേ. Lord, bless, bless, bless Lord, bless Lord, anoint Lord. Hallelujah. കർത്താവേ, അങ്ങയുടെ പരിശുദ്ധ വചനത്താൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. Lord, bless, anoint in the name of Jesus. In Jesus name. പരിശുദ്ധ അമ്മേ, വചനത്തിന്റെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വചനത്തെ സ്നേഹിച്ച്, പരിശുദ്ധ വചനം വിശ്വസിച്ച്, വചനം ഭക്ഷിച്ച്, വചനത്തിൽ ജീവിക്കുവാൻ, വചനത്തെ പ്രഖ്യാപിക്കുവാൻ, ഇവിടെയും വചനത്തെ ഉയർത്തുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. യേശുവേ പിതാവേ, സകല വിശുദ്ധരെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഓർക്കണം, ഞാൻ ഈ ദിവസങ്ങൾ സൂചിപ്പിച്ചതുപോലെ സെപ്റ്റംബർ 1 മുതൽ 7 വരെ സ്നേഹബഹുമാനപ്പെട്ട വട്ടായിലച്ചൻ്റെ ആത്മീയ നേതൃത്വത്തിൽ ഷെക്കൻ ന്യൂസിലൂടെ നടത്തപ്പെടുന്ന വിശ്വാസത്തിൻ്റെ വാതിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നിങ്ങളെല്ലാവരും നല്ലതുപോലെ പ്രാർത്ഥിച്ച് ഒരുങ്ങി കടന്നു വരണം. അനേകർക്ക് ഈ പോസ്റ്ററുകൾ നിങ്ങൾ അയച്ചു കൊടുത്ത് ഇപ്പോൾ തന്നെ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥനകൾ എല്ലാവരും നടത്തണേ. നമ്മൾക്ക് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങാം. സഭ മുഴുവനിലും വിശ്വാസത്തിൻ്റെ തീ പടരുവാൻ, ഈ ശുശ്രൂഷ മുഖാന്തിരമാകാൻ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. മറ്റൊരു കാര്യം, സെപ്റ്റംബർ 2 മുതൽ നമ്മുടെ ഷെക്കേന കുടുംബത്തിൽ നിന്ന് മറ്റൊരു എളിയ ശുശ്രൂഷ, ഒരു ഇംഗ്ലീഷ് ഓൺലൈൻ ന്യൂസ് ചാനല് SG ന്യൂസ്, ഷെക്കേന ഗ്ലോബൽ ന്യൂസ്, സെപ്റ്റംബർ 2-ാം തീയതി അത് ആരംഭിക്കുകയാണ്. ഒരു ചെറിയ തോതിൽ എൻ്റെ സഹോദരങ്ങളെ, ഇംഗ്ലീഷ് ഭാഷ അറിയാത്തവരാണെങ്കിലും ഈ ചാനലിൻ്റെ പ്രൊമോഷന് വേണ്ടി നിങ്ങൾ നോക്കിക്കേ, ഇവിടുന്ന് ലിങ്കുകൾ, ഇതിൻ്റെ കാർഡുകൾ, ലിങ്കുകളൊക്കെ ഇവിടുന്ന് അയച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കുള്ളവരെ ആ ലൈക്ക് ബട്ടൺ അമർത്തി നിങ്ങൾ ആ ഫേസ്ബുക്കിൽ നിങ്ങളത് ലൈക്ക് ചെയ്യുക. അപ്പോൾ അത് വലിയൊരു പ്രൊമോഷനാണ്. നമുക്ക് സെപ്റ്റംബർ 2-ാം തീയതി ആകുമ്പോഴേക്കും ആയിരക്കണക്കിന് ആയിരങ്ങൾ അതിൽ ജോയിൻ ചെയ്ത് നമുക്ക് സാർവത്രിക സഭയ്ക്ക് ലോകം മുഴുവനും നമ്മുടെ വിശ്വാസം അധിക്ഷേപിക്കപ്പെടുമ്പോൾ, നമ്മുടെ വിശ്വാസത്തെ ഇല്ലാതാക്കാനുള്ള സംഘടിത ശക്തികൾ പരിശ്രമിക്കുമ്പോൾ നമുക്ക് സാർവത്രികമായ വിധത്തിൽ നമ്മുടെ വിശ്വാസത്തെ പ്രതിരോധിക്കുവാനും ഉയർത്തുവാനുമായിട്ട് നമുക്ക് സാധിക്കണം. അതിനൊരു എളിയ സംരംഭമാണ് SG ന്യൂസ്, ഷെക്കേന ഗ്ലോബൽ ന്യൂസ്. നിങ്ങളിതിനു വേണ്ടി പ്രാർത്ഥിക്കണം, ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം, അനേകരോട് പങ്കുവയ്ക്കണം. ഇതിൻ്റെ വിജയത്തിന് വേണ്ടി നമുക്കൊന്നിച്ച് കർത്താവിനോട് ചേർന്ന് പ്രവർത്തിക്കാം. പരിശുദ്ധ വചനത്തിലൂടെ നമുക്ക് ആവശ്യമായ സകല നന്മകളാലും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കുടുംബങ്ങളെയും കർത്താവ് സമൃദ്ധമായി
അനുഗ്രഹിക്കട്ടെ. ആമേൻ.